ആവേ 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 മരിയ, ആവേ 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 മരിയ. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ. പിതാവായ ദൈവത്തിന് മകളായ പുത്രനായ യേശുവിന്റെ അമ്മയായ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ. ഇതാ കർത്താവിന്റെ ദാസി എന്ന വചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവം മനുഷ്യനായി അവതരിക്കുന്ന രക്ഷാകര പ്രവൃത്തിയിൽ ദൈവം ആദ്യം സ്പർശിച്ചത് ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയുടെ ഉദരമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ശിശു തന്റെ പിതാവിനെ എപ്രകാരം വിശ്വസിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ചോദ്യമോ ആശങ്കയോ കൂടാതെ അമ്മ ദൈവസ്വരത്തിന് ആമേൻ പറയുന്നു. ഈ ചെറിയ വിവരണം നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്തിന്റെയെങ്കിലും ഉയരത്തിൽ കയറി നിൽക്കുന്ന കുട്ടിയോട് താഴേക്ക് ചാടാൻ ആരെങ്കിലും പറഞ്ഞാൽ ആ കുഞ്ഞ് ചാടുകയില്ല. എന്നാൽ ആ കുഞ്ഞിന്റെ പിതാവാണ് ചാടാൻ പറയുന്നതെങ്കിൽ കണ്ണും പൂട്ടി ആ കുഞ്ഞ് ചാടും. ഇത് തന്റെ അപ്പനോടുള്ള വിശ്വാസമാണ്. ഇതേ ബോധ്യത്തോടെയാണ് പരിശുദ്ധയമ്മ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞത്. ഈ വിശ്വാസത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകാൻ അവളെ പ്രാപ്തയാക്കി. ഒരു ചെറുപ്പക്കാരി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കൽപ്പനയുള്ള ആ നാട്ടിലാണ് ഈ വെല്ലുവിളി അവൾ ഏറ്റെടുക്കുന്നത്. നമുക്ക് ഇത് മംഗളവാർത്തയാണെങ്കിലും ആ ചെറുപ്പക്കാരി മറിയത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്ന ചോദ്യവും വിവാഹം ഉറപ്പിച്ച ജോസഫ് എന്ന ചെറുപ്പക്കാരനുമായുള്ള ബന്ധം തകർന്ന അവസ്ഥയും ഈ വെല്ലുവിളികളുടെ മധ്യത്തിലാണ് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് സ്വന്തം ജീവിതം സമർപ്പിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന ആ വചനം എളുപ്പമുള്ളതല്ല, മറിച്ച് ദൈവഹിതത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയുടെ അടിത്തറയുള്ള വിശ്വാസവും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധൈര്യവും പ്രകടമാക്കുന്നു. മംഗളവാർത്തയ്ക്ക് ശേഷം പരിശുദ്ധ കന്യകാമറിയം തന്റെ സഹോദരിയുടെ അടുത്തേക്ക് അവളെ ശുശ്രൂഷിക്കാൻ കടന്നു ചെല്ലുകയാണ്. അവളെ കണ്ട മാത്രയും അഭിവാദനം ചെയ്യുകയാണ്. കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ നിമിഷം ഏലീശായുടെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവവചനത്തിന് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ വ്യക്തി ദൈവകൃപയാൽ നിറയപ്പെടും. ആ ദൈവകൃപ അവന്റെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, അവന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തന നിരതമാകും. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കാം. അതിന്റെ ആദ്യപടി എന്നത് ദൈവഹിതം അനുസരിച്ച് ഉള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തോട് ഇതാ കർത്താവിന്റെ ദാസി, ദാസൻ എന്ന മനോഭാവത്തോടെ ജീവിതം സമർപ്പിക്കുക. ദൈവഹിതം അനുസരിക്കുക എന്നതിന്റെ മറ്റൊരു പദമാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത്. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് കൃപ നിറഞ്ഞവരായി ജീവിക്കുക. പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമല്ലേ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് അവൻ ജീവിക്കുന്നത് പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോഴാണ് ദൈവകൃപയിൽ നമുക്ക് വളരാൻ സാധിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അവനെ പിതാവ് ബഹുമാനിക്കും, ഞാനും പിതാവും അവനിൽ വാസമുറപ്പിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം. ഇങ്ങനെ ജീവിക്കുന്നവരിൽ നിന്നാണ് ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരിലേക്ക് പുറപ്പെടുക. പരിശുദ്ധ അമ്മ 2 ഭവനങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഒന്ന് ഏലീശായുടെ അടുത്തേക്ക്, 2 കാനായിലെ കല്യാണ വിരുന്നിലേക്ക്. ഈ 2 ഇടങ്ങളിലും പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവകൃപകൾ ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞ മാത്രമേ ഏലീശായുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അതായത് ദൈവകൃപയുള്ളവരുടെ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിന്റെ വലിയൊരു നാണക്കേടിന് കാരണമായ ആ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി ആരാരും അറിയാതെ ഈശോയോട് മാധ്യസ്ഥം വഹിക്കുകയാണ്.
ആരാരും അറിയാതെ കുറവുകൾ നിറവുകളാക്കി തീർക്കുകയാണ്. അതിനാൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നാം ഇന്നു മുതൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ, ഭക്തിയിൽ, മാധ്യസ്ഥതയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ അവിടെ ദൈവകൃപ ഉടലെടുക്കും. ദൈവകൃപ ആ ഭവനത്തിൽ വ്യാപരിക്കും. അപ്പോൾ തിന്മകൾ പുറത്തു പോകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. നമുക്കറിയാത്ത പല കുറവുകളും പരിശുദ്ധ അമ്മ നിറവുകളാക്കി മാറ്റും. കാരണം അവൾ നമ്മുടെ അമ്മയാണ്. കാൽവരിക്കുന്നിന്മേൽ വിശുദ്ധ യോഹന്നാന് ഈശോ നൽകിയതാണ് ഈ അമ്മയെ. ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക്, ദുരിതമനുഭവിക്കുന്നവർക്ക്, ദൈവകൃപയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം അമ്മയായി ഈശോ കന്യകാമറിയത്തെ നമുക്ക് നൽകി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ എല്ലാത്തിലും ദൈവഹിതത്തിന് വിധേയപ്പെടാൻ നമുക്ക് മറിയത്തിൽ നിന്ന് പഠിക്കാം. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടാൻ നാം മറിയത്തിൽ നിന്ന് പഠിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും അവരുടെ മകനുമായ യേശുവിനെ സ്നേഹിക്കാൻ നാം മറിയത്തിൽ നിന്ന് പഠിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കാം, ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ, ദൈവത്തെ മാത്രം ആഗ്രഹിക്കാൻ, നമ്മൾ ചെയ്യുന്നതിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ വാക്കുകളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആഘോഷിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോ